ദേ ഈ നെക്ലസ് നോക്കിക്കേ, എന്തൊരു പൊലിമയാണല്ലേ. സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലേഴ്സ്, തോപ്പുംപടി. ട്രിനിറ്റി, കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി. മർദ്ദനവും മാനസിക പീഡനങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത അഭിജിത്തിനെ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. മർദ്ദനവും മാനസിക പീഡനങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത തിരുവാലൂർ സ്വദേശി അഭിജിത്തിനെ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അഭിജിത്തിന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് പാലിക്കുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചും യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ചുമായിരുന്നു പ്രകടനം. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ് ഉദ്ഘാടനം ചെയ്തു. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന തരത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. വിനായകന്റെ രൂപവും വിനായകന്റെ നിറവും വിനായകന്റെ മുടിയുടെ അഴകുമൊക്കെ നോക്കിയിട്ടാണ് പോലീസ് ഒരാളെ ഇയാളാണ് പ്രതി, അയാൾ അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോലീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമം സംരക്ഷിക്കേണ്ട, ഇവിടുത്തെ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് അത് വാങ്ങിക്കൊടുക്കേണ്ടുന്ന, അത് സംരക്ഷിച്ചു കൊടുക്കേണ്ടുന്ന ആളുകളാണ് ഇവിടുത്തെ പോലീസും ഭരണകൂടവും. ഇവിടുത്തെ ഇപ്പോ ഈ ആലങ്ങാട് സ്റ്റേഷനിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആളുകളോട് ചോദിച്ച ആ വിഷയം അറിയുമ്പോൾ തീർത്തും നമ്മൾ ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ തലകുനിച്ചു പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ പോലീസിനെ കുറിച്ച് പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ട്. രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിൽ വരരുത് എന്ന് രാജ്യമൊട്ടാകെ ആഗ്രഹിക്കുമ്പോ, സംഘപരിവാറിനെതിരായി നിലപാടെടുക്കുമ്പോ കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ഭരണകൂടം സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, BJPക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇവിടുത്തെ പോലീസ് പലപ്പോഴും സംഘപരിവാറിന്റെ നിലപാടുകൾ ഏറ്റുപിടിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ നമുക്ക്, അത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും പറയുമ്പോൾ അവർക്ക് വേണ്ടി മുട്ടിലിഴയുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് ഇവിടുത്തെ പോലീസ് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത്യന്തം ലജ്ജാവഹമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ പരാതിയുമായി പോകുമ്പോ ആ പരാതിയുമായി വരുന്ന ആൾ ആരുമാകട്ടെ, അയാളുടെ പരാതി മേടിക്കുകയും ആ പരാതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് പകരം ആ പരാതിയുമായി വന്ന ആളെ തടഞ്ഞു നിർത്തുകയും BJPക്കാർ പൂരപ്പറമ്പിൽ നിന്ന് നടത്തിയ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ കളമശ്ശേരി അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ, STPI കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം നാസിൻ പുളിക്കർ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം ഫർഹാൻ എന്നിവർ സംസാരിച്ചു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലത്ത് നന്ദി പറഞ്ഞു. കോട്ടപ്പുറം ജംഗ്ഷനിൽ മാർച്ച് പോലീസ് തടഞ്ഞു. നമുക്കറിയാം, പരാതി കൊടുക്കാൻ സ്റ്റേഷൻ ചെന്ന ആളെ പ്രതിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിക്കാതെ അദ്ദേഹത്തെ പ്രതിയാക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. അന്ന് കൃത്യമായി കൊണ്ട് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ കുടുംബത്തിന് ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇവിടുത്തെ കേരള പോലീസ് തന്നെയാണ്. അവർ കാണിച്ച നിഷ്ക്രിയത്വത്തിന്റെ പേരിൽ തന്നെയാണ് ആ ചെറുപ്പക്കാരൻ ഇവിടെ ആത്മഹത്യ ചെയ്തത്. അതിന് കൂട്ടുനിന്ന സംഘപരിവാറിന്റെ RSSന്റെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുവാനോ അതല്ലെങ്കിൽ ആ വിഷയത്തിൽ കേസെടുക്കുവാൻ പോലും ഇന്നും ഈ നിമിഷം വരെയും ഇവിടുത്തെ പോലീസ് തയ്യാറായിട്ടില്ല. ഇത് ഒരു സൂചനാ സമരം മാത്രമാണ്. അഭിജിത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സമരത്തിന്റെ മുൻപന്തിൽ തന്നെ ഉണ്ടാകും. അതുവിധത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നത് പോലെ ഒരു കാപട്യമായ ഉറപ്പല്ല കുടുംബം നൽകുന്നത്. കാരണം ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ പരിപാടി നടത്തുമ്പോൾ ഈ വിഷയത്തില് BJP ഒഴികെയുള്ള സംഘപരിവാർ ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെ ഞാൻ വിളിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ വരണം, സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI യുടെ എല്ലാ പ്രതിനിധികളെയും ഞാൻ വിളിച്ചതാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ.